എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കുകയാണ്. ഞാനതോ സേഫ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ വെയിലായിരിക്കില്ല. അപ്പോൾ ഈ ചുട്ട് കൊള്ളുന്ന വെയിൽ നമ്മുടെ ഉള്ളം തണുപ്പിക്കാൻ വേണ്ടി അടിപൊളി ജ്യൂസ് ആയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ജ്യൂസാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. പച്ചമാങ്ങ ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ പച്ചമാങ്ങയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു മാങ്ങ നന്നായിട്ട് തോല് കളഞ്ഞെടുക്കണം. എന്തായാലും ആദ്യം നമുക്ക് പോയിട്ട് തോല് കളഞ്ഞെടുക്കാം. നമുക്ക് പഴുത്ത മാങ്ങ കൊണ്ട് മാത്രമല്ലോ ഈ പച്ചമാങ്ങ വെച്ചിട്ട് നമുക്ക് അടിപൊളി ജ്യൂസ് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ചിലർക്കെങ്കിലും ഒരു ധാരണ ഉണ്ടാവും, ഇപ്പോൾ ഈ പച്ചമാങ്ങ വെച്ച് ജ്യൂസ് അടിക്കുമ്പോൾ നല്ല പുളിയല്ലേ, അപ്പോൾ അതിനൊക്കെ നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. അപ്പോൾ അതായത് നമുക്ക് ഏത് മാങ്ങ വേണമെങ്കിൽ നമുക്ക് പച്ചമാങ്ങയിൽ തന്നെ ഏത് വെറൈറ്റി മാങ്ങ വേണമെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാം. അത് നല്ല രീതിയിൽ തോലുണ്ട് കേട്ടോ, നല്ല കട്ടിയുള്ള തോൽ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ മാങ്ങ നന്നായിട്ട് നമ്മൾ തോല് കളഞ്ഞെടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കിയെടുക്കട്ടെ. നമ്മൾ തോലൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് നമ്മുടെ മാങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണേ. അങ്ങനെ മാങ്ങ ഫുള്ളായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ചെറിയ കഷ്ണം ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. കൂടാതെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടതാണ് പഞ്ചസാര. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര എടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ പച്ചമാങ്ങയ്ക്ക് അത്യാവശ്യം പുളി ഉണ്ടാവുമല്ലോ. അതേപോലെ തന്നെ കുറച്ച് ഉപ്പാണ്, ഒരു നുള്ളുപ്പ് മതി കേട്ടോ. ആ ഒരു മധുരവും എല്ലാം ഒന്നും ബാലൻസ് ആവും, ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയാണ്. അപ്പോൾ രണ്ടും കറക്റ്റ് അളവിനകത്ത് എടുത്തിട്ടുള്ളത്. പഞ്ചസാര പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ടാൽ മതി. അപ്പോൾ ഉപ്പ് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ള് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നല്ല ചൂടായതുകൊണ്ട് ഞാൻ നല്ല ഐസ് വാട്ടർ ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ നല്ല ചൂട് ഈ ഒരു ഐസ് വാട്ടർ കയ്യിലെടുത്തപ്പോൾ നല്ലൊരു തണുപ്പുണ്ടേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, ആവശ്യത്തിനുള്ള വെള്ളം. നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒന്ന് മാറ്റാം. നമ്മൾ അടിച്ചു വന്നിട്ട് നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് നല്ല പച്ച കളറിലുള്ള പച്ചമാങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി സംഭവം തന്നെയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഒരു പച്ചമാങ്ങ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ പുളിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. കാരണം നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തോളാം. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ആയിട്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്തായാലും വീട്ടിലൊന്ന് ഒരു വട്ടം കൊണ്ട് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കമന്റ് വഴി അറിയിക്കണം. അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് കാണുന്നത്. ബൈ.